രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. ബലാത്സംഗം നടന്ന ഫ്ളാറ്റിലെത്തി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തിയാണ് മഹസർ തയ്യാറാക്കിയത്. പരാതിക്കാരിയായ യുവതിയെയും കൊണ്ടാണ് ഫ്ളാറ്റിൽ എത്തിയത്. ഫ്ളാറ്റിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. അതേസമയം തന്നെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിയും മഹസർ തയ്യാറാക്കുന്നുണ്ട്. ഇതിനിടെ രാഹുലിന് കുരുക്കായി കൂടുതൽ തെളിവുകൾ പുറത്ത് വരികയാണ്. ഭ്രൂണഹത്യയ്ക്കായി രാഹുലിന്റെ സുഹൃത്ത് എത്തിച്ചത് 2 മരുന്നുകളെന്നാണ് യുവതിയുടെ മൊഴി. ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നുകളെന്ന് കണ്ടെത്തൽ. വിവരങ്ങളുമായി MS വീണ നമുക്കൊപ്പം ചേരുകയാണ്. വീണ, വളരെ നിർണായകമായ അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് നൽകിയത് 2 മരുന്നുകളാണ്. സുഹൃത്ത് ജോബി ജോസഫ് മുഖേനയാണ് ഈ മരുന്നുകൾ എത്തിച്ചത് എന്ന് ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. വീഡിയോ കോളിൽ രാഹുൽ ഈ പെൺകുട്ടി മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വന്നിട്ടുമുണ്ട്. എന്തായാലും ഡോക്ടർമാരുടെ മൊഴിയൊക്കെ ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ്. ആശുപത്രി രേഖകൾ കൃത്യമായി ഈ കാര്യങ്ങൾ അടിവരയിടും. അക്കാര്യത്തിലൊന്നും സംശയം വേണ്ട. എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേറ്റ് പറയുക. രാഖി, കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതായത് ഈ ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതിജീവിതം നൽകിയ മൊഴി ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിവരങ്ങളൊക്കെ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഭ്രൂണഹത്യയ്ക്കായിട്ട് മുൻകൈ എടുത്തത് രാഹുലാണെന്നുള്ള തെളിവുകൾ, ശബ്ദരേഖകളടക്കം പുറത്തു വന്നതാണ്. അത് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചത്. രാഹുൽ സുഹൃത്ത് വഴി ഒരു ഗുളിക നൽകുന്നു. ഗുളിക കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിക്കാനായി വീഡിയോ കോൾ വിളിക്കുന്നു. വീഡിയോ കോളിലൂടെയാണ് ഇത് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത്. കൃത്യമായി ഡോക്ടറുടെ പരിശോധനയോ മറ്റ് ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യേണ്ട ചികിത്സാക്രമങ്ങളോ ഒന്നും ചെയ്യാതെയാണ് പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ ഒരു ഗുളിക കഴിപ്പിച്ചിരിക്കുന്നത്. അതിൽ വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇതിനു മുമ്പ് തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് രാഹുലിന്റെ സുഹൃത്ത് 2 മരുന്നുകളാണ് അതിജീവിതയ്ക്ക് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മരുന്ന് കഴിക്കുന്നു. അതിൽ ഡോക്ടർ തന്നെ നടത്തിയ പരിശോധനയിൽ പറയുന്നത് ജീവന് പോലും അപകടത്തിലാകാവുന്ന തരത്തിലുള്ള ഗുളിക, അതായത് ഭ്രൂണഹത്യ മാത്രമല്ല, ഈ അതിജീവിതയ്ക്ക് വരെ ജീവൻ നഷ്ടപ്പെടാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ്. കൃത്യമായി ഇത് രാഹുൽ മൂടി വയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അതായത് സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയില്ല, ഡോക്ടറെ കണ്ട് ചികിത്സ നടത്തിയില്ല എന്നുകൂടി ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. കൃത്യമായി ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, ഈ ഗർഭം ട്യൂബിലായിരുന്നുവെങ്കിൽ, അതായത് ഗർഭപാത്രത്തിലല്ലാതെ ട്യൂബിലായിരുന്നുവെങ്കിൽ യുവതിക്ക് മരണം വരെ സംഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 3 മാസം വരെ ഒരു ഗർഭമുണ്ടായിരുന്നു. ഗർഭത്തിൻ്റെ കാലാവധി 3 മാസത്തെ വളർച്ച ഉണ്ടായിരുന്നു, ഭ്രൂണത്തിന് വളർച്ച ഉണ്ടായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അത്തരത്തിൽ വളർച്ചയേറിയ രീതിയിലുള്ള ആ ഒരു ഭ്രൂണത്തെ ഹത്യയ്ക്ക് വിധേയമാക്കുമ്പോൾ അത് ബന്ധപ്പെട്ട ഡോക്ടറുമായി പരിശോധന നടത്തേണ്ടതാണ്. അത് ബന്ധപ്പെട്ട മെഡിക്കൽ ചികിത്സാ രീതികൾ ചെയ്യേണ്ടതാണ്. ആ ചികിത്സാ രീതികളൊന്നും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നതെന്നുള്ളതാണ്. യുവതിയുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ പറ്റുന്ന വീര്യം കൂടിയ മരുന്നാണ് യുവതിക്ക് നൽകിയത്. കൃത്യമായി ജീവൻ പൊലിയാതെ തന്നെ നിലനിൽക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാഗ്യമെന്ന് നമുക്കിനി പറയേണ്ടി വരും. ഈ മരുന്ന് കഴിച്ച് ഏതാനും ദിവസങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതര പ്രശ്നങ്ങൾ ഈ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഖി, 3 മാസം വളർച്ചയുള്ള ഗർഭമായിരുന്നപ്പോൾ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ആ ഓഡിയോ ശബ്ദത്തിൽ അടക്കം വന്നിട്ടുണ്ട്, അമിതമായിട്ടുള്ള രക്തസ്രാവം പെൺകുട്ടിക്ക് ഉണ്ടായി എന്നുള്ളത് പരാതിക്കാരിക്ക് നേരിടേണ്ടി വന്നു. ആ അമിതമായ രക്തസ്രാവം വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കാരണമായി എന്നുകൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിനുശേഷം മാനസികമായും ശാരീരികമായും വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് പെൺകുട്ടി കടന്നുപോയത്. ആ ബുദ്ധിമുട്ടുകളൊക്കെ പെൺകുട്ടിയെ വളരെയധികം ബാധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ആത്മഹത്യാ ശ്രമവും പെൺകുട്ടി നടത്തി എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. ഈ ICUവിലടക്കം പെൺകുട്ടി ചികിത്സയിലായിരുന്നു, ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ യുവതി ചികിത്സ തേടിയ എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നടത്തിയ ചികിത്സയുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫ്ളാറ്റിലെത്തി പെൺകുട്ടിക്കൊപ്പം എത്തിയാണ് മഹസർ തയ്യാറാക്കിയത്. തുടർന്ന് ഈ ഒരു ഡോക്ടറെ അടുത്ത് പോയി, അതായത് ചികിത്സ നടത്തിയ, ഈ ഭ്രൂണഹത്യ സമയത്ത് പെൺകുട്ടിക്ക് ചികിത്സ നടത്തിയ, തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ചികിത്സ നടത്തിയ ഡോക്ടറുടെ മൊഴിയെടുക്കും. പെൺകുട്ടിക്ക് അതിജീവിതയ്ക്ക് അന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കും. കാരണം ഈ ആത്മഹത്യാ ശ്രമം അടക്കം നടന്നിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് അനുഭവിച്ചതിൻ്റെ തെളിവുകൾ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കേസിൽ. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ വരുമ്പോൾ രാഹുലിന് കൂടുതൽ കുരുക്കുമുറകും എന്നുള്ളത് ഉറപ്പാണ്. ഡോക്ടറുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകവുമാണ്. രാഖി, എന്തായാലും വീണ, ഒരു കാര്യം കൂടി, ഈ പെൺകുട്ടിയെ കഴിപ്പിച്ച ആ ഗുളികകൾ ഈ ഭ്രൂണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 7 ആഴ്ച വരെ കഴിക്കാവുന്ന മരുന്നാണ്. അതാണ് 3 മാസം വളർച്ച എത്തിയ ഭ്രൂണത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇയാൾ നൽകിയത് എന്നുള്ളതാണല്ലേ?
തീർച്ചയായും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു കൃത്യമായി ഈ ഒരു ഭ്രൂണഹത്യയ്ക്ക് എന്നുള്ള കൃത്യമായ കാലാവധികളുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള സമാന വിഷയങ്ങളല്ല എങ്കിൽ പോലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മുന്നോട്ട് പോകാൻ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസരങ്ങളിൽ ഡോക്ടർമാർ നൽകുന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കൃത്യമായി ഒരു കാലാവധിയുണ്ട്. അതായത് ഗർഭം ആരംഭിച്ച് 7 ആഴ്ചയ്ക്കകം കഴിക്കേണ്ട മരുന്നുകളാണ്. എന്നാൽ ആ 7 ആഴ്ച വരെ കഴിക്കേണ്ട മരുന്നുകളിൽ 2 ഗുളികകളാണ് ഇത്തരത്തിൽ വളരെ വീര്യം കൂടിയ ഗുളികകളാണ് ഈ ഒരു അതിജീവിതയ്ക്ക് നൽകി എന്നുള്ളതാണ്. അതായത് 2.5 മാസം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഭ്രൂണത്തിന് വലുപ്പമാകുന്നു. അത് മാത്രമല്ല, ഈ സാധാരണ ഗർഭം ധരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങളിൽ കടന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഗർഭപാത്രത്തിലാണോ അതോ ട്യൂബിലാണോ ഈ ഭ്രൂണമുള്ളത് എന്നുള്ളത്. ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും നടത്താതെ യുവതിയുടെ ജീവൻ അടക്കം യുവതിയുടെ ജീവൻ അടക്കം അപകടാവസ്ഥയിലാകുന്ന തരത്തിലുള്ള മരുന്നുകൾ, വീര്യം കൂടിയ മരുന്നുകളാണ് യുവതിയെ കൊണ്ട് കഴിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായി 3 മാസക്കാലമൊക്കെ ആകുമ്പോൾ അത് കൃത്യമായി ഡോക്ടറുടെ ചികിത്സയിലും കൃത്യമായ നിരീക്ഷണങ്ങളുടെയും മെഡിക്കൽ പരിശോധനകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം ഒരു ഭ്രൂണഹത്യയിലേക്ക് അടക്കം കടക്കേണ്ടത്. അത്തരത്തിലുള്ള അബോർഷൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടത്. ഇത് യാതൊരുവിധ പരിശോധനകളോ ഒന്നും നടത്താതെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗുളികകൾ യുവതിയെ കൊണ്ട് കഴിപ്പിച്ചത്. ഭ്രൂണഹത്യയ്ക്ക് മാത്രമല്ല, യുവതിയുടെ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ എത്തി നിന്നതാണ്. അതിൽ നിന്ന് ആ ഒരു മരുന്ന് കഴിച്ചത് മൂലം യുവതിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സുഹൃത്തടക്കം ഇതിൽ വലിയൊരു പങ്കുണ്ട്. കാരണം രാഹുൽ സുഹൃത്തിൻ്റെ കയ്യിലാണ് ഈ ഒരു മരുന്നുകൾ കൊടുത്തത്. 2 മരുന്നുകളാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് കഴിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളടക്കം പുറത്തു വന്ന ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതുമായി തുടർന്നുണ്ടായ താൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അടക്കം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അമിതമായ വേദന, അമിതമായ രക്തസ്രാവം, ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത പല ബുദ്ധിമുട്ടുകളും ഈ ഒരു പെൺകുട്ടിക്ക്, പ്രയാസങ്ങളും ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു. തുടർന്നാണ് ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത്. ഡോക്ടർ അടക്കം ചോദിച്ചു എന്നുള്ള കഴിഞ്ഞ ദിവസം വന്ന ശബ്ദ സന്ദേശത്തിലടക്കം പറയുന്നുണ്ട്, ആരാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ നൽകിയത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മരുന്നുകൾ കഴിച്ചത്, നിങ്ങളുടെ ജീവനടക്കം അപകടത്തിലാകുന്ന തരത്തിലുള്ള മരുന്നുകളല്ലേ കഴിച്ചതെന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ കൃത്യമായ ഒരു ശബ്ദ സന്ദേശം ശരിയാണെന്ന് വയ്ക്കുന്ന, അത് സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തുടർന്ന് ഉണ്ടായ മാനസിക വിഷമങ്ങളിലടക്കം ഈ ഒരു അതിജീവിത ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാ ശ്രമവും തുടർന്നുണ്ടായ മാനസിക പ്രശ്നങ്ങളടക്കം പരിശോധനയിലുണ്ട്. മെഡിക്കൽ രേഖകളടക്കം, മെഡിക്കൽ റിപ്പോർട്ടുകളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടറുടെയും മൊഴി എടുക്കുന്നതായിരിക്കും. രാഖി. ശരി വീണ, എന്തായാലും